പൗരത്വ നിയമ ഭേദഗതി ആയാലും ഇപ്പോൾ കാശ്മീർ വിഷയത്തിലെടുത്ത നിലപാടാണെങ്കിലും അതല്ലെങ്കിൽ ഈ രാമക്ഷേത്ര നിർമ്മിച്ച സംഭവത്തിലാണെങ്കിലും ഇങ്ങനെ കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അരക്ഷിതത്വത്തിലേക്ക് എത്തിക്കുന്ന ഒരുപാട് നിലപാടുകളും നയങ്ങളും BJP സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ആരാണ് ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷകരായി മാറാൻ പോകുന്നത് എന്നുകൂടി ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന് പൊതുവിൽ ഒരു വിലയിരുത്തലുണ്ട്. അപ്പോൾ അതിലിപ്പോൾ കോൺഗ്രസിനെ ആ നിലയ്ക്ക് പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നും സമസ്ത അടക്കമുള്ള സംഘടനയ്ക്കകത്ത് ഒരു ഭിന്നാഭിപ്രായം, അതായത് ഇടതുപക്ഷത്തേക്ക് പോയാൽ എന്താ എന്നൊക്കെയുള്ള ആലോചനകളുണ്ട് എന്നുമൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. താങ്കൾ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം മുന്നിൽ കാണുന്നു? ഞാൻ പറയാം, കേരളത്തിൽ കോൺഗ്രസിനെ ദുർബലമാക്കിയാൽ അത് ഇന്ത്യയിൽ ദുർബലമാക്കുന്നതിന് തുല്യമാണ്. കാരണം ഏറ്റവും അധികം MP സംഭാവന ചെയ്യുന്നൊരു സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ദുർബലമായാൽ ഇന്ത്യയിലും ദുർബലമാക്കപ്പെടും. അങ്ങനെ ദുർബലമായാൽ അതിൻ്റെ മെച്ചാർക്ക്. 2, പൗരത്വ നിയമത്തിൽ എത്ര കേസ് പിൻവലിച്ചിട്ടുണ്ട്, എത്ര കേസുകൾ നിലവിലുണ്ട്? ഈ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ന്യൂനപക്ഷങ്ങളുടെ കൂടെ നിന്ന് അവർ ദ്രോഹിക്കുന്നവരെയാണ്. ഇവിടെ CPM കേരളത്തിൽ ദൗർഭാഗ്യവശാൽ, ഞാൻ വാര്യം ഉപയോഗിക്കുന്നു, ദൗർഭാഗ്യവശാൽ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ്. ഒരു ഭാഗത്ത് കേസെടുത്ത് BJP സന്തോഷിപ്പിക്കുക, മറുഭാഗത്ത് നിങ്ങളെ ഞാൻ സംരക്ഷിക്കുക എന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, നാളെ ഈ BJP സർക്കാർ എന്തും ചെയ്യും, എന്ത് വൃത്തികേടും കാണിക്കും? നാളെ ഒരു കേരളത്തിനെ പോലും രണ്ടാക്കാൻ ശ്രമിച്ചുകൂടായില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിയാൽ പിണറായി രക്ഷിക്കാൻ ആര് കണ്ടു? ഇപ്പോൾ തന്നെ പിണറായിക്ക് രക്ഷിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിന് തന്നെ രക്ഷിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ കേസും കൂട്ടായിട്ട് നടക്കുകയല്ലേ. അങ്ങനെ ആളെങ്ങനെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കും? അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ന്യൂനപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായി കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം. ന്യൂനപക്ഷങ്ങൾക്ക് ആ ഒരു ഉറപ്പ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗം വലിയ വിവാദമായി. അദ്ദേഹം ഈ രാമക്ഷേത്രം വന്നത് അംഗീകരിച്ചുകൊണ്ട് അത് നമുക്ക് അംഗീകരിക്കാം, അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് പറയുന്ന ഒരു ഭാഗം വലിയ വിവാദം ഉണ്ടാക്കുകയുണ്ടായി. ഒരിക്കലും ഇത്തരം കാര്യങ്ങളൊക്കെ കോൺഗ്രസ് എടുക്കുന്ന സമീപനവും അതല്ല. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. കോടതി ഏതായാലും വിധിച്ചു, അമ്പലം പൂർത്തിയായി. ഇനി അതിനെ അംഗീകരിക്കാതെ അതിൻ്റെ മേലെ വിവാദം ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഒരു സെക്യുലർ ഗവൺമെൻറ് ഈ രാജ്യത്ത് അധികാരത്തിൽ വരാൻ പ്രവർത്തിക്കുക. അതാണ് വർഷങ്ങൾക്ക് മുമ്പ് ബാബറി മസ്ജിദ് തകർന്നപ്പോൾ അന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട്, പള്ളി തകർത്ത RSSനെ കുറ്റം പറയുന്നതിന് പകരം അത് സംരക്ഷിച്ചില്ല എന്നുള്ള പേരിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുമ്പോൾ നാളെ പള്ളി തകർത്തവർ അധികാരത്തിൽ വരും എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് എന്തൊക്കെ പറഞ്ഞു ശിഹാബ് തങ്ങളെക്കുറിച്ച്? ഇന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞ അതിൻ്റെ മറ്റൊരു ഭാഗമാണ്. അത് സെക്യുലർ, ആ കൊടപ്പനക്കൽ തറവാടിൻ്റെ സെക്യുലർ തീരുമാനം, സെക്യുലർ പാരമ്പര്യം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അതുകൊണ്ട് അത് അദ്ദേഹം പറഞ്ഞത് 100% ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ്. അതൊരിക്കലും പള്ളി പൊളിച്ചതിന് അംഗീകരിക്കലല്ല. ഞാൻ പറഞ്ഞു ക്ഷേത്ര യാഥാർത്ഥ്യം, ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ പോയിട്ട് എന്താ കാര്യം? ഞാൻ പക്ഷേ അതിൻ്റെ രാഷ്ട്രീയ ഭാഗത്തേക്ക് വരികയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിനകത്ത് അങ്ങനെ ഒരു ചാഞ്ചാട്ടം ഇടതു മുന്നണിയിലേക്ക് പോകേണ്ടതുണ്ടോ? ഇനിയും തുടർച്ചയായിട്ട് CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കൂടുതൽ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാഹചര്യമുണ്ടോ എന്നൊക്കെയുള്ള ആലോചനകൾ നടക്കുന്നതായിട്ടുള്ള സൂചനകൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ മുന്നണിയിൽ നിന്ന്, അതായത് UDF നിന്ന് പോകാൻ ഒരു കാരണവുമില്ല, എന്നാൽ പോവാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. മുന്നണി UDF ഇടാൻ ഒരു കാരണവുമില്ല, എന്നാൽ ഇതിൽ തന്നെ നിൽക്കാൻ ഒരുപാട് കാരണങ്ങൾ. ഈ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെ UDFൽ യോജിച്ച് നിർത്താൻ കൂടുതൽ പ്രയത്നിക്കേണ്ട ഒരു സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടോ? അങ്ങനെ താങ്കൾക്കൊരു അഭിപ്രായമുണ്ട്? അങ്ങനെയൊന്നുമില്ല. കാരണം ലീഗ് എല്ലാ കാര്യത്തിലും വിശാലമായിട്ടുള്ള താല്പര്യമാണ് പ്രകടിപ്പിക്കാറുള്ളത്. ഈ പറയുന്നത് പോലെയൊന്നും ഞങ്ങൾ കമ്മിറ്റി കൂടുമ്പോഴൊന്നും ഉണ്ടാവാറില്ല. അതിലൊക്കെ ശക്തമായിട്ട് നിലപാട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൊടുക്കാറുണ്ട്. മുന്നണിയെ യോജിപ്പിച്ചു നിർത്താൻ അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങളെക്കാൾ കൂടുതൽ. ലീഗിനെ നമുക്ക് മാറ്റി നിർത്താം. ഇപ്പോൾ സംസ്ഥാനത്തെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ മാത്രം എടുക്കാം. അവരെ കൂടുതൽ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്ന അഭിപ്രായം ശ്രീ കെ മുരളീധരനുണ്ടോ? ഇല്ല, അവർ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ടല്ലോ അവരുമായിട്ട്. മത നേതാക്കൾ, ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മാത്രമല്ല, ബിഷപ്പുമാരായിട്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട്, സാമുദായിക നേതാക്കന്മാരായിട്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പക്ഷെ അതൊന്നും കൊട്ടിഘോഷിച്ച് നടത്താറില്ല എന്ന് മാത്രം.
ഇപ്പം ഇന്നലെ പ്രധാനമന്ത്രി തട്ടിൽ പിതാവിനെ കണ്ടത് അവർ വലിയ പബ്ലിസിറ്റി കൊടുത്തു. ഞങ്ങളും കാണാറുണ്ട് എല്ലാവരും, ഞങ്ങൾ പബ്ലിസിറ്റി കൊടുക്കാറില്ല. കാരണം ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല, എല്ലാവരെയും ഞങ്ങൾ യോജിപ്പിച്ച് നിർത്താറുണ്ട്. BJP കേരളത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റാണ് തൃശ്ശൂരിലേത്. TN പ്രതാപൻ ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വമോടെ പ്രഖ്യാപിക്കുന്നതിന് തുല്യമായി ചില ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകുന്നുണ്ട് ഇടതുപക്ഷവുമായിട്ട് എന്ന വിമർശനം പല ഭാഗത്തു നിന്നും, ഇപ്പോൾ കോൺഗ്രസിന്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം സീറ്റിന്റെ കാര്യത്തിൽ തൃശ്ശൂരിൽ BJPക്ക് ഒരു സീറ്റ് വിട്ടുകൊടുക്കാം എന്നൊക്കെയുള്ള ആ തരത്തിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ശ്രീ K. മുരളീധരനെ പോലുള്ള ഒരാൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ? അതിൽ കുറേയൊക്കെ ഒരു വാസ്തവം ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ അവർ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് തന്നെ ഒരു അവ്യക്തതയുണ്ട്. CPIയുടെ സ്ഥാനാർത്ഥി ഇപ്പോഴും ഒഫീഷ്യൽ പ്രഖ്യാപനം വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അതിൽ തന്നെ വേറെ ചില പേരുകൾ കൂടെ കേൾക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു എന്താ പറയേണ്ടത്, ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന CBIയുടെയും EDയുടെയും അന്വേഷണങ്ങളും പെട്ടെന്ന് നിലയ്ക്കുന്നത്, ഇതൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു കാര്യം ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. പക്ഷേ അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ ഞങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസികളുടെ കേരളത്തിലേക്കുള്ള വരവിനെ കുറിച്ച് ശ്രീ K. മുരളീധരന് വേറൊരു അഭിപ്രായമാണുള്ളത്. താങ്കൾ പറഞ്ഞത് എപ്പോഴും ED പോലുള്ള അന്വേഷണ ഏജൻസികൾ വരുന്നത് രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി മാത്രമല്ല, കള്ളപ്പണക്കാരെ പിടിക്കാൻ കൂടി വേണ്ടിയാണ് എന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ നടക്കുന്ന അന്വേഷണങ്ങളൊക്കെ, അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവാദങ്ങളെയൊക്കെ താങ്കൾ വിശ്വസിക്കുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, അത് അന്വേഷിക്കട്ടെ, അന്വേഷണത്തിൻ്റെ റിസൾട്ട്. പക്ഷേ അന്വേഷിക്കുമ്പോൾ അന്വേഷണ ഏജൻസികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, യെസ് ഓർ നോ എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. വരിക, അന്വേഷിച്ചിട്ടൊന്ന് പോവുക, ഇടയ്ക്ക് പിന്നെയും വരിക. അതൊരു വിലവേശൽ തന്ത്രമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതാണ് ഞങ്ങൾ അന്തർധാര എന്ന് പറയുന്നത്. നേരെ മറിച്ച് അന്വേഷിച്ചു, ഞങ്ങൾക്ക് തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല, പറയുന്നതിന് എന്താ ബുദ്ധിമുട്ട്? പക്ഷേ അന്വേഷണത്തിന് വിധേയരാകുന്നവരും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ED വിളിപ്പിച്ചു. എത്ര ദിവസം പോയി അദ്ദേഹം EDയുടെ മുമ്പിൽ? എത്ര മണിക്കൂർ ഇരുന്നു അദ്ദേഹം? സോണിയാജിനെ വിളിപ്പിച്ചു. അവർക്കറിയുമ്പോൾ ആരോഗ്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. എന്നിട്ട് പോലും 7 മണിക്കൂറോളം EDയുടെ മുമ്പിൽ അവരിരുന്നു, കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഇവിടെ ഇതെന്തിനാ കോടതിയിലേക്ക് കൊടുക്കുന്നത്? എന്തിനാ? ഇത് സ്റ്റേ ചെയ്യണം, ഞങ്ങളെ വിളിപ്പിച്ച ശരിയല്ല. അപ്പോഴാണ് ജനത്തിന് സംശയം. ഞാൻ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പോയി, ഇവിടെ കേജ്രിവാളിനെയും സംശയത്തിൻ്റെ നിഴലിലാണ്. അധികം എന്താ പോകാതിരിക്കുന്നതിനെ പോലെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞുകൂടെ? കാര്യങ്ങൾ പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പം നേരിടാം, രാഷ്ട്രീയമായിട്ട് നേരിടാം, നിയമപരമായിട്ട് നേരിടാം. പക്ഷേ വിളിക്കുമ്പോൾ എന്നെ വിളിക്കാൻ പാടില്ല, എൻ്റെ അവകാശങ്ങളെ ധ്വംസിക്കുകയാണ്, അങ്ങനെയുണ്ട് അവകാശം. വിളിച്ചാൽ പോവുക, കാര്യങ്ങൾ പറയുക, അറസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കപ്പം നോക്കാം. CPIഎമ്മിന്റെ പാർട്ടി രേഖ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, അത് വിതരണം ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്നത് മുഖ്യമന്ത്രി ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്, ഈ മകൾക്കെതിരായിട്ടുള്ള അന്വേഷണം, അവരുടെ ഭാഗം കേൾക്കുന്നില്ല, അവരുടെ ഭാഗങ്ങൾ വിശദീകരിക്കാൻ അവസരം കിട്ടുന്നില്ല എന്നൊക്കെയാണ്. അന്വേഷണ ഏജൻസികൾ പറഞ്ഞ് നോട്ടീസ് അയച്ചു വരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഏതായാലും അത് നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങട്ടെ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. പക്ഷേ കോടിയേരിയുടെ മക്കൾക്കെതിരായിട്ട് അന്വേഷണം വന്നപ്പോൾ കോടിയേരി ലീവ് എടുത്തു പോയി. അദ്ദേഹം പറഞ്ഞു, സംശയത്തിൻ്റെ നിഴലായതുകൊണ്ട് ഞാൻ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത് ശരിയല്ല. അദ്ദേഹം ലീവ് എടുത്തു പോയി. അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞപ്പോൾ അത് രണ്ടാമതാ പോയത്. അത് പോയപ്പോഴേക്കും അവശനായി. ആദ്യം എന്തായിരുന്നു? അദ്ദേഹത്തിന് ആരോഗ്യത്തിന് കുഴപ്പമില്ല, ക്യാൻസർ വന്ന ഉടനെയാണ്. എങ്കിലും ആരോഗ്യം തിരിച്ചു കിട്ടി അദ്ദേഹം വന്നാണ് അമേരിക്കയിൽ നിന്ന്. ആ സമയത്താണ് മകനെതിരായിട്ടുള്ള നിരന്തര അന്വേഷണം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മാറി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് പിന്നെ തിരിച്ചു വരാൻ പറ്റിയല്ലോ, അഭിമാനത്തോട് തിരിച്ചു വന്നു. രോഗം ആർക്കും വരാം, ആ രോഗം അദ്ദേഹത്തിനെ കൊണ്ടുപോയി. പക്ഷേ ഇരിക്കുന്ന കാലത്ത് സ്റ്റേണായിട്ട് അദ്ദേഹം നിന്നു, മകനെ ന്യായീകരിക്കാൻ പോയില്ല, നിയമം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അതൊരു നല്ലൊരു ആറ്റിറ്റ്യൂഡല്ലേ രാഷ്ട്രീയത്തിൽ, അതിനെ നമ്മൾ മാനിക്കണ്ടേ. എന്ത് വേണമെന്നാണ് താങ്കൾ പറയുന്നത് ഈ കേസിൽ? അതിൽ കയറി ബഹളുണ്ടാക്കാതിരിക്കുക, നിയമത്തിൻ്റെ വഴിക്ക് നേരിടുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് മുഖ്യമന്ത്രി മാറി നിൽക്കണം എന്നാണോ? ഞാനത് പറയുന്നില്ല, ഞങ്ങൾ രാജി ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം ED കയറിയതിലൊക്കെ രാജിവെക്കാൻ നിന്നാൽ ഇവിടെ BJP ഇതര മുഖ്യമന്ത്രിമാരുണ്ടാവില്ല. നേരിടണം രാഷ്ട്രീയമായി, നിയമപരമായിട്ട് അത് നേരിടട്ടെ. എന്തിനാ എപ്പോഴും മടിയിൽ ഖനമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, കോടതിയിൽ പോയിട്ട് സ്റ്റേ വാങ്ങിക്കാൻ നോക്കുക? എന്തിനാ അതിൻ്റെ ആവശ്യം എന്താ? അപ്പോഴാണ് സംശയം, ഖനമുണ്ടോ സംശയം തോന്നുന്നത്. ഈ പൊതുവിൽ ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പ് ഉറപ്പാക്കാൻ വേണ്ടിയാണ് രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ കൂടിയാലോചനകൾക്ക് കൂടുതൽ സമയമെടുത്തതെന്ന് താങ്കൾ പറഞ്ഞു.
ഇപ്പോൾ കേന്ദ്രത്തിനെതിരായിട്ടുള്ളൊരു സമരം കേരളം സംഘടിപ്പിക്കുമ്പോൾ പക്ഷേ ഈ ഇന്ത്യ മുന്നണിയെ കുറിച്ചിട്ടുള്ള ആലോചനകളോ കെട്ടുറപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ആശങ്കയോ ഒന്നും കോൺഗ്രസിന് കാണുന്നില്ലല്ലോ. ഇല്ല, അത് കേരളത്തിൻ്റെ വിഷയം സെപ്പറേറ്റ്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൻ്റെ സമരം ന്യായമല്ലെങ്കിൽ എങ്ങനെയാണ് കർണാടകത്തിൻ്റെ സമരം ന്യായമാകുന്നത്. കർണാടകത്തിൽ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഞാനത് കഴിഞ്ഞ ദിവസം ഗോപികൃഷ്ണനോട് ഞാൻ പങ്കുവെച്ചതല്ല. അത് തന്നെയാണ് കാരണം. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചുകൊണ്ട് ഒരു സർക്കാർ വന്ന് 6 മാസത്തിനുള്ളിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കുകയും അതിൽ പോലും സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കുകയും ചെയ്യുമ്പോൾ കർണാടക സമരരംഗത്ത് വന്നു. അവരെല്ലാവരും വിളിച്ചു കൂട്ടിയിട്ടൊന്നുമല്ല വന്ന് അവരുടെ കാര്യം പറഞ്ഞു. അവർ ഇന്നലെ മിനിഞ്ഞാന്നുണ്ടായത് എങ്ങനെയാണ്? ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന ഞാനാണെന്ന് എവിടെ നയിക്കാൻ പറ്റുന്നു? കേരളം ഒഴികെ ബാക്കി ഒരു 10 സീറ്റ് ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടോ? ഞങ്ങൾക്ക് ശക്തി കുറവൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ ഇപ്പോഴും പറഞ്ഞ പോലെ ആന വലിഞ്ഞാലും തൊഴുത്തിൽ കിട്ടുമൊന്നുമില്ല. ഈ കേരളത്തിലെ സംഘടനാ കാര്യങ്ങളിലേക്ക് വരാം. കേരളത്തിൽ ഇപ്പോൾ ഒരു KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതിയുണ്ട്. അതിപ്പോൾ ഈ അടുത്ത സമയത്ത് പുനഃസംഘടിപ്പിച്ചു. VM സുധീറിനെ പോലുള്ളവരൊക്കെ അതിനകത്ത് വന്നു. കൂടുതൽ വനിതാ അംഗങ്ങൾ അതിൻ്റെ ഭാഗമായി. അപ്പോൾ ഈ പലപ്പോഴും മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ പദവികളില്ലാത്ത കോൺഗ്രസ് പാരമ്പര്യമുള്ള നേതാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ വേണ്ട രീതിയിൽ നേതൃത്വം പരിഗണിക്കുന്നില്ല എന്ന ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. കെ മുരളീധരൻ അങ്ങനെ ആക്ഷേപമുണ്ടോ? അല്ല, എന്നോട് ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത കാര്യങ്ങൾ അങ്ങോട്ട് കയറി ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നോട് ആലോചിച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ നിലപാട് എന്നോട് ചോദിച്ചിട്ടില്ല. അത് ചോദിച്ചു എന്നൊന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചോദിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ആശയം പറയാൻ പോയിട്ടില്ല. നിങ്ങൾ നടത്തിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ പാർട്ടി നിങ്ങളെ ശാസിക്കുകയോ അല്ലെങ്കിൽ പിന്നെ വിശദീകരണം ചോദിക്കുകയോ ചെയ്യുന്നുമുണ്ട്. MK രാഘവനും താങ്കൾക്കും ഒക്കെ എതിരെ അങ്ങനെ ഒരു നടപടി. അങ്ങനത്തെ നോട്ടീസൊന്നും ആരും വന്നിട്ടൊന്നുമില്ല. അങ്ങനത്തെ MP-ക്കും AICC മെമ്പർക്കും നോട്ടീസ് അയക്കാനുള്ള അവകാശം സംസ്ഥാന ഘടകങ്ങൾക്കൊന്നുമില്ല. അതൊക്കെ AICCക്ക് അധികാരമുള്ളൂ. പിന്നെ പ്രയാസം പറഞ്ഞുകൊണ്ടൊരു കത്ത് എനിക്ക് കിട്ടി. അതിനെക്കുറിച്ച് ഞാൻ പാർട്ടി ഘടകത്തിൽ തന്നെ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എനിക്കാരും അച്ചടക്ക നോട്ടീസൊന്നും അയച്ചിട്ടില്ല. അനൗചിത്യമാണെന്ന് കരുതരുത്. മുമ്പ് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ സ്ഥാനത്ത് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു താങ്കൾ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുള്ളത് ഇപ്പോൾ വെറും ഒരു MLA മാത്രമാണ് അത്ര ഒരു അനുഭവ സമ്പത്ത് VD സതീശന് ഇല്ല എന്ന്. K സുധാകരനാട്ടെ കണ്ണൂരിലെ ഒരു സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമാണ് എന്നൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഒരു കാലത്ത് താങ്കൾ നടത്തിയിട്ടുണ്ട്. അതിലും താങ്കൾ ഇല്ല, ഞാൻ അങ്ങനെയല്ല. അത് ഞാൻ പറഞ്ഞതിനെ വളച്ചോടിക്കാം. നിങ്ങളോടല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് വാർത്ത. അതെ, അത് ആ ചാനലുകാർ പലരെയും കുറിച്ചിട്ട് അങ്ങനത്തെ ഹോട്ട് ന്യൂസിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നത് ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ചില സമയത്ത് ചില പ്രയാസങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതിനെ തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് കുറ്റമായിട്ട് പറയാൻ പറ്റില്ല, ഒരു വിമർശനമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പം ഒരു സുധാകരൻ്റെ എല്ലാവരും പറഞ്ഞ കണ്ണൂർ ശൈലിയിൽ നിന്ന് ഒരു സ്റ്റേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ ചില മാറ്റം ഉണ്ടാവുമല്ലോ. അത് ചിലപ്പോൾ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാറില്ലെങ്കിലും അദ്ദേഹം പരമാവധി ശ്രമിക്കുന്നുണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്യുന്നത് ഞാൻ പറയുന്നതൊന്നും ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേട്ടാൽ സംശയം ഉണ്ടാവില്ല. ഈ ഹെഡ്ലൈൻ പറയുമ്പോഴാണല്ലോ ധാരാളം. അതെ, മനസ്സിലായി. അല്ല, ഈ പാർട്ടിയിൽ ഐക്യമുണ്ട് എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ പാർട്ടിയിൽ അനൈക്യമുണ്ട് എന്ന് ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ട ചില സാഹചര്യങ്ങളുണ്ട്. അതിൽ ഒന്നായിരുന്നു ഈ അന്നത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും മൈക്കിന് വേണ്ടി നടത്തിയ പിടികൂടി. അത് പുറത്ത് പൊതുജനം കണ്ട കാര്യമാണ്. അപ്പോൾ എത്ര കാലം ഈ അനൈക്യം മറച്ചു വയ്ക്കാൻ കഴിയും ശ്രീ K മുരളീധരൻ? താങ്കൾ എത്ര ശ്രമിച്ചാൽ? ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ചില അഭിപ്രായങ്ങളുണ്ടാവും. അത് നടന്നൊക്കെ എല്ലാവരും കണ്ടതായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ അതിനുശേഷം ശ്രീ VD സതീശൻ തന്നെ പറഞ്ഞു ഞാൻ കുറേ കൂടെ വിജിലൻ്റ് ആവണം എന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി ഇങ്ങനെ കാര്യങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്ന് അദ്ദേഹം തന്നെ ക്ലിയറായിട്ട് പറഞ്ഞല്ലോ. പാർട്ടി യോഗത്തിലും പറഞ്ഞു, പുറത്തും പറഞ്ഞു.